എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ഈ വീഡിയോ നിർബന്ധമായും കാണുന്നവർ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സുകളിലേക്ക് എത്തുന്നതിനെ അത് ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, ഇൻഡസ് മാർക്ക് നോക്കിയാണ് ഡിഗ്രി അഡ്മിഷൻ കൊടുക്കുന്നത്. എന്താണ് ഇൻഡസ് മാർക്ക്, വാട്ട് ഈസ് ഇൻഡസ് മാർക്ക് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ഗവൺമെൻറ് കോളേജിൽ ഒരു ഡിഗ്രി പ്രവേശനം, ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജുകളിൽ, ഗവൺമെൻറ് ഓർ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെയും എയ്ഡഡിൻ്റെയും കാര്യമാണ്. നമുക്കെല്ലാം നോക്കാം. ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, ഇൻഡസ് മാർക്ക് നോക്കിയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. എന്താണ് ഇൻഡസ് മാർക്ക്, വാട്ട് ഈസ് ഇൻഡസ് മാർക്ക്, നമുക്കെല്ലാം ഡിസ്കസ് ആയിട്ട് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാം. ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കാണുക. നിങ്ങൾ കാണുമ്പോൾ മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ 4 യൂണിവേഴ്സിറ്റികളുടെ കാര്യം ഒന്നിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കായാലും കേരള യൂണിവേഴ്സിറ്റിക്കായാലും MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കായാലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കായാലും ഇൻഡസ് മാർക്ക് നിർബന്ധമാണ്. ഇൻഡസ് മാർക്ക് നോക്കുന്നത് ഓരോ കാറ്റഗറി ബേസാണ്. ജനറൽ, SC ST, OBC എന്നിങ്ങനെ രീതിയിലാണ് ഇൻഡസ് മാർക്ക് കണക്കാക്കപ്പെടുന്നത്. ഈ ഇൻഡസ് മാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻറ്റേജ് പോലൊരു സംഗതിയാണ്, ഒരു പേഴ്സൻറ്റേജ് പോലെ ഒരു സംഗതിയാണ്, ബട്ട് പേഴ്സൻറ്റേജ് അല്ല. നിങ്ങളുടെ +2 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നോ അതാണ് പേഴ്സൻറ്റേജ് ആയിട്ട് വരുന്നത്. എന്നാൽ ഡിഗ്രി എന്ന ലെവലിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് എന്താണ്, നിങ്ങളുടെ +2 ബേസിലെ ഒരു പേഴ്സൻറ്റേജ് ആണ്. അന്നേരം ഡിഗ്രി പ്രവേശനത്തിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മേലിടുന്ന ഒരു സാധനമാണ് ഇൻഡസ് മാർക്ക് എന്ന് പറയുന്നത്. പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡസ് മാർക്ക്. പേഴ്സൻറ്റേജ് +2 ആണെങ്കിൽ ഡിഗ്രിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇടുന്നൊരു സാധനമാണ് ഇൻഡസ് മാർക്ക് എന്ന് പറയുന്നത്. ഇൻഡസ് മാർക്ക് എങ്ങനെ ഇടുന്നതെന്ന് അറിയാമോ? അതിന് ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി ഒരു കോഴ്സാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സാണ്. ഒരു 10 അപേക്ഷകൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയിലേക്ക് വന്നു എന്ന് വിചാരിച്ചോ. പോട്ടെ, ഒരു 40 അപേക്ഷകൾ വന്നു എന്ന് വിചാരിച്ചോ. 40 അപേക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി വിഭാഗത്തിലേക്ക് വന്നു. അപ്പോൾ ആകെ 30-35 സീറ്റേ കാണുള്ളൂ. ഈ 40 പേർക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂല. അപ്പം ഈ 40 പേരിൽ വെച്ച് ഇപ്പോൾ ഈ 40 അപേക്ഷകൾ വന്നെങ്കിൽ നമുക്ക് 40 പേർക്കും അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂലല്ലോ. അതിന് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇൻഡസ് മാർക്ക് തയ്യാറാക്കുന്നത്. അത് ഈ +2 പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് ഇൻഡസ് മാർക്ക് കണക്കാക്കുന്നത്. ഇപ്പം 40 പേരിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥി 1180, 1200-ൽ 1180 മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ് ഒന്നാം സ്ഥാനം എന്ന് വിചാരിച്ചോ. അപ്പം ഒരു വിദ്യാർത്ഥിക്ക് 1160. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യമുണ്ടായിരുന്ന വിദ്യാർത്ഥിയെക്കാളും 20% കുറവ്. ആ വിദ്യാർത്ഥിയാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങളുടെ ഒരു ഇൻഡസ് മാർക്ക് ലെവൽ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒറ്റൊരു കാര്യം മാത്രമാണ്. ഇപ്പം ഡിഗ്രിയിൽ ഒരു കോഴ്സിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി വിഭാഗത്തിലേക്ക് വന്ന 40 അപേക്ഷകളിൽ ഏറ്റവും കൂടിയ മാർക്ക് മുതൽ, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന മാർക്ക് മുതൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മാർക്ക് വരെ വെച്ച് യൂണിവേഴ്സിറ്റി ഒരു ഇൻഡസ് മാർക്ക് തയ്യാറാക്കും.
ആ ഇൻഡസ് മാർക്ക് വെച്ചിട്ടാണ് അഡ്മിഷനായിട്ട് എടുക്കുന്നത്. ആ ഇൻഡസ് മാർക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷനായി എടുക്കുന്നത്. ഇപ്പം 1180 ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡസ് മാർക്ക് ചിലപ്പോൾ 1400 മേലെ പോകും. ഈ 1180 വിദ്യാർത്ഥിയാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവൻ്റെ ഇൻഡസ് മാർക്ക് എന്ത് ചെയ്യും, 1400 മേലേക്ക് ആയിരിക്കും. അതായത് അവന് ഉറപ്പ് സീറ്റ് കിട്ടും. അവിടെ ഒരു 30 സീറ്റാണുള്ളത്, 40 അപേക്ഷകൾ വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 1180 വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. ഇത് ഓരോ കാറ്റഗറി ബേസാണ് ഇൻഡസ് മാർക്ക് നിശ്ചയിക്കുന്നത്. ജനറൽ കാറ്റഗറി ആകുമ്പം നല്ല മാർക്ക് വേണം, റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് SC ST ഒ ബി സി അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക്, OBC കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻഡസ് മാർക്ക് എന്താണ് കുറച്ച് മതിയാവും. കാരണം നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡസ് മാർക്ക് വലിയൊരു ഇഷ്യൂ നിങ്ങളെ ബാധിക്കില്ല. കാരണം എന്താണ്, ഒരു കോളേജിൽ ഇപ്പോൾ നിശ്ചിത ശതമാനം സീറ്റ് ജനറൽ, SC ST OBC കാറ്റഗറി, നിരവധി കാറ്റഗറികൾക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ SC ST കാറ്റഗറിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ്, ഇൻഡസ് മാർക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കോളേജിൽ 40 സീറ്റ് ഉണ്ടെങ്കിൽ, ഒരു 30 സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിലൊരു 5 or 6 സീറ്റ് SC ST കുട്ടികൾക്ക് വേണ്ടി തന്നെ സംവരണം ചെയ്ത് വെച്ചേക്കുന്നതാണ്. അന്നേരം എന്ത് പറ്റും, SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് മാത്രമേ ആ 5 or 6 സീറ്റിലേക്ക് കയറാൻ പറ്റൂ. മറ്റ് കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് ആ സീറ്റുകളിലേക്ക് പ്രവേശനം ഇല്ല. കാരണം അതെന്താണ്, SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംവരണം ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി വരുന്ന സീറ്റ്, ജനറൽ കാറ്റഗറിക്കും എന്ത് ചെയ്യും, ഒരു 5-6 സീറ്റ് കാണും. ആ സീറ്റിലേക്കും ആർക്ക് അഡ്മിഷൻ നടക്കുന്നത്, ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ മുസ്ലിംസ് വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനലറി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നോൺ ക്രിമിനലറി സർട്ടിഫിക്കറ്റ്. അത് ഹാജരാക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളിൽ ഒരു കോളേജിൽ ഒരു 2-3 സീറ്റ്, BA ഹിസ്റ്ററിയിൽ 30 സീറ്റിൽ 5-6 SC STക്ക് പോയി, റിസർവേഷൻ കാറ്റഗറിയിലേക്ക് പോയി. 5-6 സീറ്റോ ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പോയി. അതിൽ 2-4-5 സീറ്റ് എന്ത് ചെയ്യും, 2-3-4 സീറ്റ് മുസ്ലിംസ് വിഭാഗത്തിൽ കാണും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ സീറ്റ് ആർക്ക് കിട്ടും, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് EWS കാറ്റഗറി എന്ന് വരുന്നത്. EWS ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്കും കാണും ഒരു 2-3 സീറ്റ് അവിടെ. അന്നേരം എന്ത് പറ്റും, ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ EWS ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആ 2-3 സീറ്റിൽ പ്രവേശനം നേടുള്ളൂ. മറ്റ് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യില്ല, ആ സീറ്റിലേക്ക് പ്രവേശനം കൊടുക്കില്ല. EWSന് വേണ്ടി ഒരു 2-3 സീറ്റ് കാണും. ആ സീറ്റിലേക്ക് ഏത് വിദ്യാർത്ഥികളെ മാത്രമേ എടുക്കുകയുള്ളൂ, EWS സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികളെ മാത്രമേ എടുക്കുകയുള്ളൂ. മറ്റ് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് EWS കാറ്റഗറി സീറ്റുകളിലേക്ക് പ്രവേശനം നടക്കില്ല. കാരണം അത് EWSന് വേണ്ടി റിസർവേഷൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്, അത് അവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. ഇൻഡസ് മാർക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇൻഡസ് മാർക്ക് നിശ്ചയിക്കുന്നത്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികളാകുമ്പോൾ അത്യാവശ്യം നല്ലോണം മാർക്ക് തന്നെ വേണ്ടി വരും. കാരണം എന്താണ്, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ വേണം. ഇപ്പം ഡിഗ്രി പ്രവേശനം നേടാൻ SC ST OEC EWS വിദ്യാർത്ഥികൾക്കൊക്കെ മാർക്ക് വേണം. ബട്ട് അവർക്ക് എന്തുണ്ട്, റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ SC ST വിദ്യാർത്ഥികൾക്കും OBC വിദ്യാർത്ഥികൾക്കൊക്കെ പ്രത്യേക സീറ്റ് റിസർവേഷനും കാര്യങ്ങളുണ്ട്. മാർക്കും ബാധകമാണ്, അതോടൊപ്പം എന്ത് ചെയ്യും, മാർക്കൊരു ബാധകമാണ്, അതോടൊപ്പം എന്ത് ചെയ്യും, റിസർവേഷനും വിദ്യാർത്ഥികൾക്കൊരു മുൻതൂക്കം ആ വിദ്യാർത്ഥികൾക്കും കിട്ടും. അങ്ങനെയാണ് ഇൻഡസ് മാർക്ക് കണക്കാക്കുന്നത്. ഈ ഇൻഡസ് മാർക്ക് കണക്കാക്കുന്നവരാണെങ്കിൽ +2ൻ്റെ പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ +2ൽ എത്ര പെർസെൻറ്റേജ് വേണമെന്ന് ചോദിക്കുന്നത് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് +2 എന്നാൽ നിങ്ങൾക്ക് ഈ സംഗതിയിൽ 1200 എന്ന വലിയ സംഖ്യയിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ ഡിഗ്രി എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടാൻ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിൻ്റെ പരമാവധി മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഡിഗ്രിക്ക് എന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 1200 എന്ന വലിയ സംഖ്യ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, എൻ്റെ മാത്രം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ 2024 പാസ് ഔട്ടാണ്. നിങ്ങൾ ഈ 2025, ഞാൻ 24, കഴിഞ്ഞ വർഷം +2 പാസ്സായി ഇറങ്ങിയൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് 1200-ൽ 924 മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്.
924 77% മാർക്കാണ് എനിക്ക് പ്ലസ് ടുവിലുണ്ടായിരുന്നത്. എന്താണ് 77% മാർക്ക്. ഞാൻ ജനറൽ കാറ്റഗറി പെടുന്ന വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് എന്താണ് സ്പോട്ട് അഡ്മിഷൻ ടൈമിലാണ്. കാരണം എന്താണ് ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എന്താണ് നല്ല രീതിയിൽ മാർക്ക് വേണ്ടി വന്നു. കാരണം ഈ ജനറൽ കാറ്റഗറിയിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിനികളെല്ലാം എനിക്ക് 924 ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പ്രവേശനം നേടുന്നവരെല്ലാം 1000-നും 1100 മേലെയായിരുന്നു. 1110, 1130, 1140, 1150 അങ്ങനെയായിരുന്നു പ്രവേശനം നേടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റി, ഞാൻ ജനറൽ കാറ്റഗറിയാണ്. അപ്പം ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 924. അപ്പം ജനറൽ കാറ്റഗറിയിൽ പ്രവേശനം നേടിയത് 1100-ന് മേലെയുള്ള വിദ്യാർത്ഥികളായിരുന്നു. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടി. എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, ഓപ്ഷൻ മാറി, സെൽഫ് ഫിനാൻസിൽ കിട്ടി. അലോട്ട്മെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഗവൺമെൻറ് കോളേജ് എന്നൊരു സംഗതി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അവസാനം സ്പോട്ട് അഡ്മിഷൻ വിളിച്ചു കൊടുത്തു. ദൈവാനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കിട്ടി. ദൈവാനുഗ്രഹം കൊണ്ട് സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കിട്ടി. ഗവൺമെൻറ് കോളേജിൽ തന്നെ സീറ്റ് കിട്ടി. എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജ്, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജിനെ കഴിഞ്ഞ് ഇഷ്ടം ഗവൺമെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പൈസയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഫീസ് താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് എന്നും ഗവൺമെൻറ് കോളേജുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു സെമസ്റ്ററിന് തന്നെ സെമസ്റ്റർ ഫീ തന്നെ, ഇപ്പം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ ടൈമിൽ 15,000 to 20,000 രൂപ വരെ, ഏറ്റവും മിനിമമാണ് ഞാൻ പറഞ്ഞത്. മിനിമം 15,000 രൂപ തൊട്ട് 20,000 രൂപ വരെ എന്ത് ചെയ്യും, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഒരു വിദ്യാർത്ഥിനി മുടക്കേണ്ടി വരും. ഇത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും. എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയത് BA ഹിസ്റ്ററിയാണ്. എനിക്കവിടെ 15,700 രൂപയാണ് അടയ്ക്കേണ്ടി വന്നത്. 15,700 രൂപ. അവർ തന്നെ അവിടുന്ന് പറയുന്നുണ്ട്, ഇപ്പം BCOMോ BB ഒക്കെ ആണെങ്കിൽ 20,000, 25,000 ഒക്കെ പോകുമെന്ന്. അത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങളെടുക്കുന്ന ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അടയ്ക്കേണ്ടി വന്നത് 15,700 രൂപയാണ്. അത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ആ തുകയിൽ വേരിയേഷൻ ഉണ്ടാകും. എന്തായാലും കുറയാൻ സാധ്യത കുറവാണ്, കൂടാനേ സാധ്യതയുള്ളൂ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കുറയാൻ സാധ്യത കുറവാണ്, കൂടാനേ സാധ്യതയുള്ളൂ. കാരണം സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങളുടെ പ്രൈവറ്റ് കോളേജുകളാണ്. അവിടെ പൈസ കൊടുക്കുന്നു, പഠിക്കുന്നു, അതുമാത്രമേ ഉള്ളൂ. ഇത് അഡ്മിഷൻ ടൈമിൽ മാത്രം വരുന്നതാണ് ഈ 15,000 to 20,000 രൂപ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഓരോ സെമസ്റ്ററുകൾ കിടക്കുകയാണ്. ഒരു ഇയർ 2 സെമസ്റ്ററാണ്, ഒരു വർഷം 2 സെമസ്റ്റർ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഫസ്റ്റ് സെമസ്റ്ററിനും ചിലപ്പോൾ 10,000 രൂപ തൊട്ട് 15,000 രൂപ വരെ വരും. സെക്കൻഡ് സെമസ്റ്ററിനും 10 തൊട്ട് 15 വരെ വരും. അങ്ങനെ പോകും. അപ്പോൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവൺമെൻറ് കോളേജ് തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഗവൺമെൻറ് കോളേജിൽ കൊടുക്കുക. ആദ്യം ഗവൺമെൻറ് കോളേജുകൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ താല്പര്യം പോലെ തീരുമാനിക്കാം. സെൽഫ് ഫിനാൻസുകളിൽ പോകണോ വേണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് 77% മാർക്കാണ്. എനിക്ക് 77% ആണ്. എനിക്ക് 77% മാർക്കാണ്. ഞാൻ ജനറൽ കാറ്റഗറിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈ 77 പോരാ. മിനിമം ഒരു 80, 85, 90 വേണം. മിനിമം 85, 90 ഒക്കെയാണ് ജനറൽ കാറ്റഗറിക്ക് മിനിമം വേണ്ടി വരുന്നത്. ബട്ട് എങ്ങനെ എനിക്ക് സ്പോട്ട് അഡ്മിഷനിൽ കിട്ടിയെന്ന് ചോദ്യത്തിന് മറ്റൊരു ആൻസർ എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ സ്പോട്ട് അഡ്മിഷന് കൊണ്ടുപോയി ഗവൺമെൻറ് കോളേജിൽ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, ഞാൻ കൊടുത്ത സമയത്ത് അവിടെ ഞാൻ കോളേജ് ഏതാണെന്നോ
യൂണിവേഴ്സിറ്റി അതൊന്നും പറയുന്നില്ല. ഞാൻ കൊടുത്ത സമയത്ത് അവിടെ എന്തു പറ്റി, അവിടെ 12 സീറ്റുകളായിരുന്നു ഞാൻ കൊടുത്ത കോളേജിൽ ഉണ്ടായിരുന്നത് അവശേഷിക്കുന്നത്. 12 സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വേക്കൻസി അവശേഷിക്കുന്നുണ്ട്. അത് ആ 12 വേക്കൻസികളിലേക്കാണ് എൻ്റെ അപേക്ഷ പോകുന്നത്. അവിടെ വന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 54 അപേക്ഷകളാണ് അവിടെ വന്നത്. എത്ര വേക്കൻസി ഉണ്ട്? 12 വേക്കൻസി. അങ്ങോട്ട് ഞാൻ ഉൾപ്പെടെ, എൻ്റെ അപേക്ഷ ഉൾപ്പെടെ 54 56 അപേക്ഷകളാണ് അവിടെ വന്നത്. എൻ്റെ ഒരു 50 മേലെ അപേക്ഷകൾ എന്തായാലും ഉറപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ റാങ്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ സ്ഥാനം 12ാം സ്ഥാനത്തായിരുന്നു. ആ 50-55 പേരുകളിൽ എൻ്റെ സ്ഥാനം എത്രയായിരുന്നു? 12ാമത്തെ റാങ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എനിക്ക് സീറ്റ് കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് പല കോളേജുകളിലും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ തന്നെ എന്ന് പറയുവാണെങ്കിൽ 3 സ്ഥലത്താണ് സ്പോട്ട് അഡ്മിഷന് കൊടുത്തത്. എന്നിട്ട് ഈ ഒറ്റ ഒരിടത്തു നിന്ന് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പം എന്തുകൊണ്ട് ഈ 12 വേക്കൻസി, അപ്പം നിങ്ങൾ ഓർക്കും 12 വേക്കൻസി കറക്റ്റ് ആദ്യത്തെ 12 പേർക്ക് കൊടുത്തതല്ലേ എന്ന്. ആദ്യത്തെ 12 പേർക്ക് കൊടുത്തതല്ല. മാർക്ക് ബേസ് ചെയ്തിട്ട് എന്താണ് വിളിക്കുന്നതാണ്. മാർക്ക് ബേസ് ചെയ്തും നമ്മുടെ മാർക്ക് ബേസ് ചെയ്ത് കാറ്റഗറി ബേസ് ചെയ്ത് EWS, SC ST, OBC മറ്റ് വിഭാഗങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ തീരുമാനിക്കുന്നത്. എല്ലാ വിഭാഗത്തെയും നോക്കിയിട്ടാണ് അഡ്മിഷൻ തീരുമാനിക്കുന്നത്. ഇപ്പം ജനറൽ, SC ST, OEC, EWS, ഇനി NSS, NCC പോലുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്, സ്പോർട്സ്, ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, കായികം, കല, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ടെൻഷൻ അടിപ്പിക്കാനോ പേടിപ്പിക്കാനോ ചെയ്ത വീഡിയോ ഒന്നും അല്ല. ബട്ട് വാസ്തവം ഇതാണ്. ഞാൻ ഡിഗ്രി അഡ്മിഷൻ കാലയളവിൽ നേരിട്ട വാസ്തവം ഇത് തന്നെയാണ്. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഇത് വാസ്തവമാണ്, സത്യസന്ധമായിട്ടുള്ള വാസ്തവമാണ് ഞാൻ ഈ പറഞ്ഞത്. തീർച്ചയായും ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ക്രൈ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.